കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് ശേഷം IS കേരളത്തിൽ പിടിമുറുക്കുന്നു എന്ന രൂപത്തിൽ വീണ്ടും ചർച്ച വരികയാണ്. ചർച്ചയ്ക്ക് തുടക്കമിട്ടതാകട്ടെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജനും. മുസ്ലിം തീവ്രവാദത്തെക്കുറിച്ച് P. ജയരാജൻ എഴുതിയ പുസ്തകം അടുത്ത മാസം പുറത്തിറങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തതാണ്. CPMന്റെ മതന്യൂനപക്ഷാനുകൂല നിലപാട് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന വിലയിരുത്തലിൽ നിന്നാണോ ഈ പുസ്തകം? ഹിന്ദു വിരുദ്ധ ഇമേജ് മാറ്റിയെടുക്കാനാണോ ഈ പുസ്തകം? ജമാഅത്തെ ഇസ്ലാമി ISുമായി താരതമ്യപ്പെടുത്തുന്നുണ്ടോ CPM? പിയുടെ കേരള സ്റ്റോറിയോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി റിജിൽ മാക്കുറ്റി, മുസ്ലിം ലീഗിൽ നിന്നും ഷാഫി ചാലിയം, ഇടത് നിരീക്ഷകൻ M. ജയചന്ദ്രൻ, BJPയിൽ നിന്നും TP ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ MN കാരശ്ശേരി എന്നിവരാണ്. ആദ്യം ഞാൻ കാരശ്ശേരി മാഷിലേക്കാണ് പോകുന്നത്. ഡോക്ടർ MN കാരശ്ശേരി, ഇപ്പോൾ P. ജയരാജന്റെ ആ പ്രതികരണം ഒരു പ്രാദേശിക ചാനലിലാണ് ആ ഒരു അഭിമുഖം അദ്ദേഹം നൽകിയത്. അദ്ദേഹം പറഞ്ഞ പ്രതികരണം താങ്കളും കേട്ടിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളത് ഈ തരത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റുമായി താല്പര്യത്തിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം എന്നതാണോ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഇപ്പോൾ നിൽക്കുന്നത്? സ്മൃതി, രാഷ്ട്രീയ ഇസ്ലാമിന് എന്നും എതിരുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ രാഷ്ട്രീയ ഇസ്ലാമിനെതിരായിട്ട് ആരെന്ത് പറഞ്ഞു കേട്ടാലും അതിനെ അനുകൂലിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഉള്ള പ്രശ്നം, ബഹുമാനപ്പെട്ട CPM നേതാവ് ശ്രീ P. ജയരാജൻ എത്ര വൈകിയാണിത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ആവശ്യം, ഒന്നാമത്തെ ആവശ്യം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് വിൽപ്പന ഉണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ആവശ്യം അടുത്ത ഉടനെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഈ ചീത്തപ്പേര് മാറ്റിയെടുക്കുക. അതായത് മുസ്ലിം മതമൗലികവാദത്തെയും മുസ്ലിം രാഷ്ട്രവാദത്തെയും ഇസ്ലാമിസത്തെയും പിന്തുണയ്ക്കുന്ന പണി ഇവിടുത്തെ മിക്ക പാർട്ടികൾ എടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എടുത്തത് CPM ആണ്. അപ്പോൾ ഇതൊക്കെ പറയാനുള്ള ഉത്തരവാദിത്വം P. ജയരാജനുണ്ട്. അദ്ദേഹം ഇത്ര വൈകിയത് എന്താണ്? പിന്നെ ഇന്നിപ്പോൾ ഈ പറഞ്ഞതിനൊക്കെ തെളിവെന്താണ്? അപ്പോൾ ഇങ്ങനെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 8 കൊല്ലമായിട്ട് അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. അവരാണല്ലോ ഈ നാട് ഭരിക്കുന്നത്. പിന്നെ ആലോചിക്കൂ, പഴയ സംഭവങ്ങൾ, ഈ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങളൊക്കെ ആലോചിച്ച് അതിലൊക്കെ എപ്പോഴും CPM ജമാഅത്തെ ഇസ്ലാമിയെ പേരെടുത്ത് പറയുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ആ പുസ്തകം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കണ്ട ഇൻ്റർവ്യൂവിൽ ഏറ്റവും അധികം സംസാരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ടാണ്. ജമാഅത്തെ ഇസ്ലാമിയെ ഏറ്റവും അധികം പിന്തുണച്ചത് കേരളത്തിൽ CPM ആണ്. അവരെ വളർത്തിയതിൽ വലിയ ഉത്തരവാദിത്തമുള്ളത് CPM-നാണ്. കാരണം ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ഇറാഖിലെ കൊല്ലപ്പെട്ടു പോയ പ്രസിഡന്റിന് ഒരു ബന്ധവും കേരളത്തോടില്ല. ഒരു ബന്ധവുമില്ല. കാരണം കേരളത്തിന് വേണ്ടി അദ്ദേഹം എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് ദ്രോഹമാണ്. കുവൈത്തിനെ 90 ആക്രമിച്ചത് കേരളീയരോട് കാണിച്ചൊരു അന്യായമാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമില്ല. ബൾസ് എന്നൊരു പാർട്ടിയുടെ നേതാവാണെന്ന് അദ്ദേഹം ക്ലെയിം ചെയ്യുന്നുണ്ട്. അതിലധികവും സൈനികമായ നടപടിയിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. മാത്രമല്ല, അവിടെ അധികാരത്തിൽ വന്ന ആദ്യം അദ്ദേഹം ചെയ്തത് ഇസ്ലാമിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ഇല്ലാതെയാക്കുകയാണ്. ആ സദ്ദാം ഹുസൈന് 2003 അമേരിക്ക സ്ഥാനഭ്രഷ്ടനാക്കിയപ്പോൾ പെട്ടെന്ന് ഇസ്ലാമിസം ആൻറ്റി അമേരിക്കനാണ് എന്നുള്ള ഒരു കെയർ ഓഫിൽ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരും ഇവിടുത്തെ CPM-കാരും യോജിക്കുന്ന നമ്മൾ കാണുന്നത്. ഏതുവരെ 2006 അന്യായമായി അമേരിക്ക സൃഷ്ടിച്ച ഒരു പാവ ഗവൺമെൻറ് സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2006 ഡിസംബർ 30 കേരളത്തിൽ ഹർത്താൽ നടന്നു. അത് CPM-ൻ്റെ മുൻകൈയിലാണ് നടന്നത്. ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ആർക്കെങ്കിലും വല്ല ഉത്തരവാദിത്തമുണ്ടോ സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നതിൽ?
ഒരു ദിവസത്തെ ഹർത്താൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നഷ്ടം 2000 കോടി ഉറുപ്പ്യാണെന്നാണ് ഞാൻ വായിച്ചത്. 2000 കോടി ഉറുപ്പ്യ ഹർത്താൽ നടന്ന എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട്. കേരളത്തിൽ നിലവിൽ ഇങ്ങനെ ഒരു ഭീഷണി ഉണ്ടോ എന്നുള്ളതാണ്. നിലവിൽ ഈ തരത്തിൽ യുവാക്കൾ ഈ പറയുന്ന IS-ലേക്ക് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. അപ്പോൾ എന്തിനിപ്പോൾ പറയുന്നു എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നില്ലേ? ഇപ്പോൾ ഇത് ആരെ സഹായിക്കും എന്നൊരു പ്രശ്നം കൂടിയില്ലേ കാരശ്ശേരി മാഷേ? കാരണം കേരള സ്റ്റോറി എന്താണ് പറഞ്ഞിരുന്നത്? ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ എന്നതുപോലെ പറഞ്ഞു. പക്ഷേ കേരളത്തിനെതിരെയായിരുന്നു ഫലത്തിൽ വന്നത്. നമുക്കറിയാമല്ലോ, അത് കേരളം ഒരുമിച്ചാണ് ചെറുത്ത് തോൽപ്പിച്ചത് ആ വാദങ്ങൾ. ഇപ്പോൾ അതേ തരത്തിൽ തന്നെയാണ് ഈ പ്രതികരണം വരുന്നത്. ഫലത്തിൽ ഇതാരെയാണ് സഹായിക്കുന്നത്? അതെ, ഇത് കേരള സ്റ്റോറി എന്നുള്ള സിനിമ തീർച്ചയായിട്ടും സഹായിക്കുന്നത് ഇവിടുത്തെ സംഘപരിവാറിനെയാണ്. അതിൽ 2 3 അല്ലെങ്കിൽ 10 സംഭവങ്ങൾ വെച്ചിട്ട് ഭയങ്കരമായി സങ്കല്പിക്കാൻ കഴിയാത്ത മറ്റേ അതിശയോക്തി ഉപയോഗിച്ചിട്ടാണ് ആ സിനിമ അവസാനിപ്പിച്ചത്. അത് വലിയ അന്യായമായൊരു സിനിമയാണ്. അത് തീർച്ചയായിട്ടും സംഘപരിവാറിനെ സഹായിക്കുന്നതാണ്. ഇപ്പോഴത്തെ നിർഭാഗ്യവശാൽ P. ജയരാജൻ്റെ ഇന്നത്തെ ഈ പ്രസ്താവന സംഘപരിവാറിന് സഹായകമാണ് എന്നുള്ളതിനെ പറ്റി എനിക്കൊരു സംശയമില്ല. ശരി, ഞാൻ ഇടതു നിരീക്ഷണങ്ങളിലേക്ക് പോവുകയാണ്. CPM ഈ ചർച്ചയിലില്ല. ശ്രീ M. ജയചന്ദ്രൻ, ഈ P. ജയരാജന്റെ വാദങ്ങൾ പോലീസ് സംവിധാനങ്ങളുടെയോ പാർട്ടി സംവിധാനത്തിന്റെയോ ഔദ്യോഗിക കണ്ടെത്തലായിട്ട് താങ്കൾ കരുതുന്നുണ്ടോ? എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ നിരീക്ഷിക്കുന്നത്? തീർച്ചയായും താങ്കൾ ചോദിച്ചതുപോലെ പാർട്ടിയുടെയും മറ്റ് ആധികാരിക രേഖകളുടെയും പിൻബലത്തിൽ തന്നെയാണ് P. ജയരാജൻ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളം മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം എന്നാണ് P. ജയരാജന്റെ പുതിയ പുസ്തകത്തിന്റെ പേര്. ഇത് CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ ശ്രീ P. ജയരാജന് പാർട്ടിയുടെ സമ്മതമില്ലാതെ, അംഗീകാരമില്ലാതെ ഇങ്ങനൊരു പുസ്തകം ഇറക്കാൻ കഴിയില്ല. പിന്നെ ഇതിനകത്തുള്ള രേഖകളുടെ ആധികാരികത ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് രേഖകളുടെ ആധികാരികത, പോലീസ് രേഖകളിൽ നിന്നാണ് അദ്ദേഹം തന്റെ പുസ്തകത്തിന് ആവശ്യമായിട്ടുള്ള രേഖകൾ ശേഖരിച്ചിട്ടുള്ളത്. അടുത്തൊരു കാര്യം, ഇപ്പോൾ ISISന്റെ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ടെന്നോ അത്തരത്തിലുള്ള പ്രവർത്തനം കേരളീയ സമൂഹത്തിൽ മുസ്ലിം സമുദായത്തിനിടയിൽ ഉണ്ട് എന്നുള്ള ഒരു വിദൂരമായ ധാരണ പോലും അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നതായി ഞാൻ ഞാൻ വായിച്ചിട്ടില്ല. അഭിമുഖം കാണുമ്പോൾ ശ്രീ M. ജയചന്ദ്രൻ മനസ്സിലാക്കാനാകുന്നത് അദ്ദേഹം ഈ പുസ്തകം പൂർത്തിയാക്കിയത് തെരഞ്ഞെടുപ്പിന് മുൻപാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയാൻ അദ്ദേഹം കാത്തു നിൽക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ഇതാ ഒക്ടോബറിൽ പുസ്തകം പുറത്തിറങ്ങാൻ പോകുന്നു. അതിൽ വിമർശനങ്ങളും ഉണ്ടാകട്ടെ, സ്വാഭാവികമല്ലേ, അതുകൂടി വേണമല്ലോ ഈ ജനാധിപത്യ സംവിധാനത്തിൽ. അപ്പോൾ വിമർശനങ്ങൾ കൂടി കേൾക്കാൻ താൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തു നിന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട അടിവരയിടേണ്ട വിഷയമാണെന്ന് ഞാൻ കരുതുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി നടത്തിയ ചില വിലയിരുത്തലുകൾ, അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ, അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം ചില കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഉണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ നിശ്ചയമായും CPMന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ എഴുതുന്ന പുസ്തകത്തിൽ പാർട്ടിയുടെ അനുമതി തേടേണ്ടി വരുമ്പോൾ അത്തരം കാര്യങ്ങൾ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ പുസ്തകം തന്നെ ശ്രീ P. ജയരാജന്റെ പുസ്തകം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പരിഗണനയ്ക്ക് അവർ പരിശോധിച്ചിട്ട് ശ്രീ പുത്തലത്ത് ദിനേശനാണ് അതിനാവശ്യമായിട്ടുള്ള മറ്റു നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാവാം, തെറ്റാവാം, എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതുണ്ട് എന്ന് മാത്രമല്ല, ഈ പുസ്തകം ഈ ഇലക്ഷന് മുമ്പ് തയ്യാറാക്കിയതാണ്, അത് ഇലക്ഷൻ കാലത്ത് മാറ്റിവെച്ചു എന്നുള്ളതൊന്നും അർത്ഥമില്ല. കാരണം ഇദ്ദേഹത്തിന്റെ പുസ്തകം 2003 അദ്ദേഹം പറഞ്ഞ വാചകങ്ങളാണ് ഞാൻ എടുത്തു പറഞ്ഞത് ഈ അഭിമുഖത്തിൽ പറയുന്നത്. ലോക്കൽ ഞാൻ യോജിക്കുന്നു. ഞാൻ പറഞ്ഞത് സ്മൃതി, 2003 സംഘർഷങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ RSSനെ വിമർശിച്ചുകൊണ്ടൊരു പുസ്തകം ശ്രീ P. ജയരാജൻ അപ്പോൾ നടത്തുന്ന പ്രതികരണങ്ങൾ കാലിക പ്രസക്തി ഉള്ളതാണോ എന്നുള്ള കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഈ കാലം ഏതു രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്, രാജ്യത്തെയും രാജ്യാന്തര തലത്തിലെയും സാഹചര്യങ്ങൾ കൂടി അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാലത്ത് ഇപ്പോൾ അത് പറയേണ്ട സാഹചര്യമാണോ എന്ന് പരിശോധിക്കണമല്ലോ. 2019 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസ്താവന പ്രകാരം ISൽ ചേർന്ന 100 പേരിൽ 72 പേരും
തൊഴിലാവശ്യത്തിന് വിദേശത്ത് പോയപ്പോൾ ഇതിൽപ്പെട്ടു. അതായത് മലയാളികളുണ്ട്, പക്ഷേ കേരളത്തിൽ നിന്ന് നേരെ നടന്ന റിക്രൂട്ട്മെന്റ് അല്ല, ഇവിടെ നിന്ന് വിദേശത്ത് തൊഴിലാവശ്യത്തിന് പോയി അവിടെ നിന്ന് പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്ന ആ വാചകത്തിലില്ലല്ലോ. ഭീകര സംഘത്തിലേക്ക് പോകാൻ കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ജയരാജൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇവിടെ നിന്ന് റിക്രൂട്ട്മെന്റ് ഉണ്ട്, ഇപ്പോൾ യുവാക്കൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ള ഒരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ശ്രീ ജയേന്ദ്രൻ. അപ്പോൾ നിങ്ങൾ പറയുന്നതും, അതായത് CPM പറയുന്നത് തന്നെയാണ് പി ജയരാജൻ പറയുന്നതെന്ന് പറയുന്നെങ്കിൽ CPM പറയുന്നതും നേരത്തെ കേരള സ്റ്റോറിയിലൂടെ സംഘപരിവാർ മുന്നോട്ട് വെച്ചതും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ തീർത്തും ഖണ്ഡിക്കുകയാണ് സ്മൃതി ഉന്നയിച്ച ഈ വാദത്തെ. ഇപ്പോൾ അങ്ങനെ സംഭവം നടക്കുന്നതായി ശ്രീ പി ജയരാജൻ തന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടേ ഇല്ല എന്ന് എനിക്ക് ഖണ്ഡിതമായി പറയാൻ കഴിയും. ഞാൻ മറ്റൊന്നും കൊണ്ടല്ല പറയുന്നത്. ഇപ്പോൾ താങ്കൾ ഉദ്ധരിച്ച ശ്രീ പി ജയരാജന്റെ ഇന്റർവ്യൂ തന്നെ, ആ ഇന്റർവ്യൂ മാത്രം ഞാനും അത് മുഴുവൻ കണ്ട ആളാണ്. അത് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ ഇപ്പോൾ നടക്കുന്നു എന്നൊരു അഭിപ്രായം അദ്ദേഹം പറയുന്നതേ ഇല്ല. മുൻപ് കുപ്വാരയിൽ കാശ്മീരിൽ 4 മലയാളി യുവാക്കളുടെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അതാണ് ഇതിനകത്ത് പറഞ്ഞ കാര്യം. പിന്നെ ഈ പുസ്തകമായിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം. ഇത് 75 വർഷത്തെ കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് പരിശോധിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ ഖിലാഫത്ത് പ്രസ്ഥാനം കഴിഞ്ഞതിന് ശേഷം 1930-കൾ മുതൽ ഈ തൊട്ട് കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ ഇൻസിഡന്റ് വരെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ശരി, അദ്ദേഹം പറയുന്നുണ്ട് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട കാലത്തുണ്ടായ ഒരു നീക്കമടക്കം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ പറഞ്ഞു തുടങ്ങുന്നത് ഇപ്പോൾ കേരളം എത്തി നിൽക്കുന്ന വർത്തമാനകാല അവസ്ഥയിൽ ഒരു പുസ്തകം എന്നതാണ്. ഇത് പ്രസിദ്ധീകരിക്കുകയാണ്, തിരഞ്ഞെടുപ്പിന് മുൻപ് തയ്യാറാക്കിയതാണ്. തിരഞ്ഞെടുപ്പിന് ശേഷം 1-2 ചെറിയ കൂട്ടിച്ചേർത്തലുകൾ വരുത്തിയിട്ടുണ്ട്. ഒക്ടോബറിൽ പുറത്തിറങ്ങും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് മുസ്ലിം രാഷ്ട്രീയം, എന്താണ് രാഷ്ട്രീയ ഇസ്ലാം, ഇതിന് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് വിശദീകരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ മുഖവുരയായി പറഞ്ഞുകൊണ്ടാണ് ഈ അഭിമുഖം. ശ്രീ M ജയേന്ദ്രൻ, താങ്കൾക്കിത് വിശദീകരിക്കാം. അല്ല, അത് ഇതിൻ്റെ അകത്ത് ഈ CPM-ന്റെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവലോകന രേഖയിൽ പറയുന്ന ഒരു ആശയഗതിയുണ്ട്. ആശയഗതി മാത്രമല്ല, പ്രായോഗിക അനുഭവങ്ങളിൽ നിന്നാണ് ആശയഗതിയിലേക്ക് അവരെത്തുന്നത്. അതായത് മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ സംഘടനകൾ ചേർന്ന് ഒരു മുസ്ലിം ഏകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് CPM-ന്റെ അവലോകന രേഖയിൽ പറയുന്നത്. ആ ആശയഗതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശ്രീ പി ജയരാജൻ ഈ പുസ്തകം, ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് CPM-ന്റെ PB അംഗം ശ്രീ A വിജയരാഘവനാണ്. ഒന്ന്. രണ്ടാമത് മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിയുടെ ഒരു ആമുഖക്കുറിപ്പും ഇതിനുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയും വിശദമായി CPM പരിശോധിക്കുകയും PB അംഗം അടക്കം അവതാരിക എഴുതുകയും ചെയ്ത പുസ്തകത്തിൽ അദ്ദേഹം A വിജയരാഘവൻ ഇതിന്റെ എല്ലാ പ്രോസ് ആൻഡ് കോൺസും പരിശോധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത് ഈ അവതാരികയിൽ. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ വരുന്ന ഈ പുസ്തകം അടുത്ത മാസം പകുതിക്ക് ശേഷമാണ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. ഇതാണ് ചുരുക്കത്തിൽ ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ താങ്കൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇത് പാർട്ടി നിലപാട് തന്നെയാണ്. റിജിൽ മാക്കുറ്റി തെരഞ്ഞെടുപ്പാനന്തരം ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കുന്നു എന്നതിൽ ഒരു രാഷ്ട്രീയമുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തിയെന്ന് കൂടി ജയരാജൻ പറയുന്നുണ്ട്. അതായത് മതന്യൂനപക്ഷത്തിനൊപ്പം നിൽക്കുന്നു, അങ്ങനെ കൂടുതൽ മതന്യൂനപക്ഷത്തോട് പ്രീണനം എന്ന വാക്കാണല്ലോ പ്രയോഗിച്ചിരുന്നത് BJP ആവർത്തിച്ചപ്പോൾ. ആ ഒരു പ്രീണനം എന്നുള്ള സാഹചര്യം അത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചു, ലഭിച്ചിരുന്ന ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊരു പുസ്തകത്തിലേക്ക് പോകുന്നു CPM എന്നാണോ മനസ്സിലാക്കേണ്ടത്? കോൺഗ്രസ് ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു റിജിൽ? ശ്രീ സ്മൃതി, യഥാർത്ഥത്തിൽ CPM എന്താണ് ഈ വിഷയത്തിനകത്ത് അവരുടെ നിലപാട് എന്ന് വ്യക്തമാക്കണം. പി ജയരാജന്റെ നിലപാടാണോ CPM ഈ വിഷയത്തിൽ? അതാണല്ലോ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞത്, അവതാരിക എഴുതിയത് ആര് എന്നുള്ള കാര്യമടക്കം. അതെ, ജയചന്ദ്രൻ അദ്ദേഹം പറഞ്ഞു CPM-ന്റെ ഒരു ഔദ്യോഗിക പ്രതിനിധി ഈ ചർച്ചയിൽ വന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുക. അദ്ദേഹം ഒരു നിരീക്ഷകൻ എന്ന രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ഏതായാലും CPM കാലാകാലങ്ങളിൽ കേരളത്തിൽ പ്രത്യേകിച്ച് എടുക്കുന്ന രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പതിപ്പാണ് പി ജയരാജൻ ഈ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. ഇപ്പോൾ തീവ്രവാദം, ഭീകരവാദം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഭീകരവാദി ജയരാജനാണ്.
IS കൊല്ലുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും വലിയ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് 17 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ അബ്ദുൾ ഷുക്കൂർ എന്ന് പറയുന്ന കൊച്ചു പയ്യനെ വണ്ടിയുടെ ടയറിന് കല്ലെറിഞ്ഞു എന്നതിൻ്റെ പേരിൽ 200-300 ആളുകൾ നോക്കി ആൾക്കൂട്ട വിചാരണ നടത്തി അതിനെ കൊല്ലാൻ ആഹ്വാനം കൊടുത്ത് SMS-ലൂടെ അത് ആഹ്വാനം നടത്തി അതിൻ്റെ മരണ വാറണ്ടിൽ ഒപ്പിട്ട വിദ്വാനാണ് ഈ ജയരാജൻ. ആ ജയരാജനാണ് ഇപ്പോൾ ഭീകരവാദവും തീവ്രവാദത്തെക്കുറിച്ചൊക്കെ ഇവിടെ സംസാരിക്കുന്നതെന്ന് തന്നെ വിരോധാഭാസമാണ്. യഥാർത്ഥത്തിൽ CPM എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളത് നിങ്ങളിവിടെ ചർച്ചയിൽ തന്നെ സൂചിപ്പിച്ച്, തെരഞ്ഞെടുപ്പിനകത്ത് ഇവർക്ക് അനുകൂലമായി തീരുമാനിക്കുന്ന ആളുകൾ വോട്ട് ചെയ്തില്ലെങ്കിൽ അവരെ ആ രൂപത്തിൽ അവർ കാണുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരായിരുന്നു ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾ എന്നുള്ളത് കൊണ്ട് അവരെല്ലാം തന്നെ ഇത്തരത്തിൽ, പ്രത്യേകിച്ച് ഇവിടെ സംഘപരിവാർ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു ഫാക്ടറി ഉണ്ട്, ഒരു നുണ ഫാക്ടറി ഉണ്ട്. ആ നുണ ഫാക്ടറിയുടെ ഒരു ഭാഗമായിരുന്നു ഈ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരള സ്റ്റോറി. അങ്ങനെ പല കാര്യങ്ങളും രാജ്യത്തെമ്പാട് മുസ്ലിങ്ങൾക്കെതിരായി, മുസ്ലിം അപരവൽക്കരണത്തിനെതിരായിട്ടുള്ള വലിയ രൂപത്തിലുള്ള ക്യാമ്പയിനുകൾ രാജ്യത്തെമ്പാടും BJP സംഘപരിവാർ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളം അവർക്ക് ഒരു തരത്തിൽ സ്പേസ് ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ എങ്ങനെയെങ്കിലും കേരളത്തിൽ സ്പേസ് ഉറപ്പിക്കാനുള്ള വലിയ ശ്രമം, തീവ്രമായ ശ്രമങ്ങൾ സംഘപരിവാറും BJPയും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ സമീപകാല രാഷ്ട്രീയത്തിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. CPM-നകത്ത് പോലുമുള്ള നേതാക്കന്മാരെ തങ്ങളുടെ പക്ഷത്തെ കൊണ്ടുവരാൻ EP ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട പ്രകാശ് ജാവേദ്കറിന്റെ വിഷയമായാലും അതോടൊപ്പം തന്നെ RSSന്റെ ഉന്നത നേതാക്കന്മാരെ ഈ നാട്ടിലെ ആഭ്യന്തര വകുപ്പിന്റെ പ്രധാനപ്പെട്ട ADGP, ക്രമസമാധാന ചുമതലയുള്ള ADGP ഉൾപ്പെടെയുള്ള ആളുകൾ സന്ദർശിക്കുകയും ചർച്ച നടത്തുകയും ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന പല കാര്യങ്ങളും ഈ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു വിവാദ പ്രസ്താവന ജയരാജൻ നടത്തിയത്. അപ്പോൾ ആ വിവാദ പ്രസ്താവന തീർച്ചയായും ഇവിടെ ശ്രീ കാരശ്ശേരി മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ അത് സംഘപരിവാറിന് വളമേകുന്നതാണ്, RSSന് വളമേകുന്നതാണ്. അവർ പറയും ഞങ്ങൾ പറഞ്ഞ കാര്യം ഇതാ CPM സമ്മതിച്ചിരിക്കുന്നു. ജയരാജനെ പോലുള്ള ആളാണ്, ജയരാജൻ സംഘപരിവാറിനെതിരായി പോരാട്ടം നടത്തുന്നൊക്കെ പറയുന്ന ഒരാളാണല്ലോ. അപ്പോൾ അയാൾ തന്നെ പറയുമ്പോൾ അതിൻ്റെ ഗുണം ആർക്കാണ് ലഭിക്കുകയെന്ന് ശ്രീമതി സ്മൃതി നിങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ആര് തീവ്രവാദ പ്രവർത്തനം നടത്തിയാലും അതിനെ അംഗീകരിക്കുന്ന ആളുകളല്ല ഞങ്ങൾ. അങ്ങനെ ഒരു തീവ്രവാദ പ്രവർത്തനത്തെയും ന്യായീകരിക്കുന്ന ആളുകളുമല്ല ഞങ്ങൾ. ഇപ്പോൾ ഇവിടെ ശ്രീ ജയചന്ദ്ര സൂചിപ്പിച്ചു ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരം നിലപാടിലേക്ക് പോകുന്നു. ഞാൻ ചോദിക്കുന്നു, ഇവിടെയുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് CPM വാങ്ങിയിട്ടില്ലേ? SDPI-യുമായി ബന്ധപ്പെട്ട് CPM ഒന്നിച്ച് മുന്നോട്ട് പോയിട്ടില്ലേ? ആ ഘട്ടത്തിലൊക്കെ തന്നെ എന്തായിരുന്നു അവരുടെ നിലപാട്? SDPI-യോടും അതോടൊപ്പം ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് വോട്ട് വാങ്ങുകയും ചർച്ച നടത്തുകയും ഒന്നിച്ചിരുന്ന് വേദി പങ്കിടുകയൊക്കെ ചെയ്ത ആളുകളല്ലേ. ഇപ്പോഴെന്താണ് പ്രശ്നം? ഇപ്പോൾ എന്താ അവർക്ക് ഇവരോട് ഐറ്റം ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ CPM പറയുന്ന ഈ ഐറ്റം എന്താണ്? അപ്പോൾ CPM-നകത്ത് കൃത്യമായി ബോധ്യം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം അവർക്കെതിരാണ്, അവരുടെ നിലപാടിനെതിരാണ് എന്നുള്ള ബോധ്യം വന്നപ്പോൾ അവരെയെല്ലാം തന്നെ ഇത്ര തീവ്രവാദ പട്ടം ചുമത്തി അല്ലെങ്കിൽ ഭീകരവാദ പട്ടം ചുമത്തി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പ്രത്യേകിച്ച് കണ്ണൂരിലെ ചെറുപ്പക്കാർ ഏതോ ഘട്ടത്തിൽ ആരോ പോയി എന്നതിൻ്റെ പേരിൽ ഈ സമീപകാല രാഷ്ട്രീയത്തിനകത്ത് നമ്മൾ എവിടെയെങ്കിലും അത്ര ചർച്ച ചെയ്തിട്ടുണ്ടോ? ഈ നാട്ടിനകത്ത് എല്ലാം മറന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു പൊളിറ്റിക്സ് കൊണ്ടുവരേണ്ട സാഹചര്യം എന്താണ്? അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ അത്തരത്തിൽ ആളുകൾ പോയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നതാണ്, അത് കഴിഞ്ഞു. അതിനുശേഷം അത്തരം കാര്യങ്ങളിൽ ഒരു കാര്യം കൂടി, ഇത് ആഭ്യന്തര വകുപ്പിനെതിരെയാണ്, കേരളത്തിലെ പിണറായി വിജയനെതിരെയാണ് P ജയരാജൻ പറഞ്ഞത്. എങ്ങനെയാണ് ഈ കണക്ക് കിട്ടിയത്? ഈ നാട്ടിലെ മുസ്ലിം ചെറുപ്പക്കാർ തീവ്രവാദികളാണെന്ന് ഏത് പോലീസിന്റെ അന്വേഷണമാണ്, ഏത് ഇന്റലിജൻസിന്റെ അന്വേഷണമാണ് പരിശോധിക്കപ്പെടണ്ടേ? ഇത് ആര് കൊടുത്തത്? RSS കൊടുത്തതാണോ? അല്ലെ കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ടാണോ? ആ കണക്ക് പുറത്തു വരണ്ടേ? അതുകൊണ്ട് P ജയരാജൻ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ പിണറായി വിജയനെതിരായി തൊടുത്തുവിട്ട ഒരു ആയുധമായിട്ടാണ് ഇത് കാണേണ്ടതായിട്ടുള്ളത് എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പിനാണ്. കാരണം ആഭ്യന്തര വകുപ്പിൽ നിന്ന് കണക്ക് കിട്ടിയതാണ് കൊണ്ടാണോ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് എന്ന് ചോദിക്കണ്ടേ? അപ്പോൾ തീർച്ചയായും ഇത് ഇരുതല മൂർച്ചയുള്ള കാര്യമാണ്. ഇത് ഒന്ന് പിണറായി വിജയനെതിരെയും അതോടൊപ്പം തന്നെ ഈ ന്യൂനപക്ഷങ്ങളെല്ലാം RSS ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാമോഫോബിയയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി P ജയരാജനെ പോലെയുള്ള ഒരു നേതാവ് ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവതരമാണ് കാര്യമാണ്. അതിനകത്ത് CPM എന്താണ് ഇതിന്റെ നിലപാട് എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ശരി, ശ്രീ TP ജയചന്ദ്രനിലേക്കാണ് ഞാൻ അടുത്തതായി പോകുന്നത്. ഞങ്ങളും നിങ്ങളും ഒരേ കാര്യം പറഞ്ഞു എന്നാണോ BJP ഇതിനെ കാണുന്നത് എന്നാണ് താങ്കൾ മറുപടി പറയേണ്ടത്. ശ്രീ TP ജയചന്ദ്രൻ, നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി 2006 മുതൽക്ക് 2012 വരെ കേരളത്തിൽ 2667 യുവതികൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന നിയമസഭയിൽ പറഞ്ഞിരുന്നു. ഇതിന് IS-ൽ ചേർന്നുവെന്ന് വരുത്തിയാണ് കേരള സ്റ്റോറിയിൽ 32,000 സ്ത്രീകൾ കേരളത്തിൽ നിന്ന് IS-ൽ ചേർന്നുവെന്ന് സ്ഥാപിച്ചത്. അപ്പോൾ അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരാമർശമാണല്ലോ അതിലുണ്ടായത്. അപ്പോൾ ഇപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ നടത്തിയിരിക്കുന്ന പ്രസ്താവന നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന മട്ടിൽ നിങ്ങൾ കാണുന്നുണ്ടോ? ആ രൂപത്തിൽ ചർച്ചകൾ പലയിടത്തും കാണുന്നു. ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ ഇപ്പോൾ CPM പറയുന്നത് എന്ന്. സ്മൃതി, നമ്മൾ ഈ ചർച്ച
ആ ചർച്ച നടക്കുമ്പോൾ അത് BJP സംഘപരിവാറുകൾക്ക് ഗുണപരമായി പോകുമോ എന്ന ഒരാശങ്ക തന്നെയാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നതും എന്നെ ഭയപ്പെടുത്തുന്നതും. ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിനെതിരായുള്ള ചില ചൂണ്ടുപലകകൾ കേരളത്തിൽ കാഴ്ചപ്പെട്ടപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം അതിനെ ആപത്ത് കണ്ടറിഞ്ഞ് ചെറുക്കേണ്ടതിന് പകരം വളരെ കൃത്യമായി താലോലിച്ച് മുൻപോട്ട് പോയതിൻ്റെ പരിണിത ഫലം ഇന്ന് പലരും സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെ നിലപാടുകളിൽ ശരിയുണ്ടായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾക്ക് നിലനിൽപ്പിനെ കുറിച്ച് അല്പം സന്തോഷമുണ്ട്, ഞങ്ങളുടെ നിലപാടുകളെക്കുറിച്ച്. പിന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ നാളെ RSS BJPയെ കുറ്റപ്പെടുത്തുകയും അവരുടെ വളർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്തു എന്ന് പറയുമ്പോൾ മാത്രമേ നമ്മുടെ ചർച്ച മതേതരമാവുകയുള്ളൂ. വസ്തുതകളായിരുന്നില്ല പലപ്പോഴും നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ഞാൻ ജയരാജൻ്റെ പുസ്തകത്തിൻ്റെ കച്ചവട താല്പര്യമോ അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങളോ നമ്മുടെ മുമ്പിലില്ല. ഇന്ന് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്ന ചില വസ്തുതകൾ ആണ് നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് നിദാനമായിരിക്കുന്നത്. നോക്കൂ, അതിലൂടെ അദ്ദേഹം പറയുന്നത് ഇതൊക്കെ അയോധ്യ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൻ്റെതായ ഒരു കൗണ്ടർ പ്രോഡക്റ്റാണ്, അതിൻ്റേതായ ഒരു താല്പര്യമാണ്. സ്വാഭാവികമായിട്ട് സ്മൃതി ആയാലും ശരി, നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നവരായാലും ശരി, ഇവരൊക്കെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഒന്ന്, ഇത് BJPയുടെയും RSSന്റെയും വളർച്ചയ്ക്ക് കാരണമാകുമോ? ഞാൻ അടിവരായിട്ട് പറഞ്ഞു, ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ അത് ആരുടെയും ഔദാര്യത്തിലല്ല. ആ സന്തോഷമാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യം CPM സംസ്ഥാന കമ്മിറ്റി അംഗം പറഞ്ഞിരിക്കുന്നു. സ്മൃതി നാലാമനായിട്ടാണ് എൻ്റെ സംസാരം. ഞാൻ തുടങ്ങിയിട്ടില്ല. 4 പേരും പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരു വാക്കിൽ പോലും ഇടപെട്ടിട്ടില്ല. ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. അതിന്റെ മുമ്പ് തന്നെ നിങ്ങൾ എൻ്റെ വായി കോലിട്ട് കുത്താൻ തുടങ്ങി. ഞാൻ പറഞ്ഞോട്ടെ എന്നിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ ഉത്തരവും പറയാം. അതല്ലേ ഒരു സംവാദത്തിന്റെ മര്യാദ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനുള്ളൊരു അവകാശം എനിക്ക് അനുഭവിച്ചെന്ന് ഞാൻ വിനയപൂർവ്വം കൂപ്പ് കൈയോടെ താങ്കോട് പറയുന്നു. ഇപ്പം നമ്മുടെ ഭയം എന്താണ്? നോക്കൂ, ഞങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾ വിസ്മരിച്ചോളൂ. അങ്ങനെ ഒരു ഭീതി നമ്മളെ അനാവശ്യമായിട്ട് ഉണ്ടാക്കുകയാണോ? ഞാൻ കൃത്യമായി ചോദിക്കുന്നത്, 1977 അന്ന് ജനസംഘമില്ല, BJP രൂപപ്പെട്ടിട്ടില്ല. അന്ന് ഞങ്ങളൊക്കെ ജനതാ പാർട്ടിയാണ്. കോഴിക്കോടിന്റെ തെരുവീതികളിൽ സ്മൃതി ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടു, മതേതര ഇന്ത്യയോട് ജിഹാദ്, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. 1977 ജനതാ പാർട്ടിയുടെ കാലഘട്ടത്തിൽ RSS ഇല്ല, അയോധ്യ സംഭവമില്ല, ഗുജറാത്ത് കലാപമില്ല, BJP ഇല്ല. ഞങ്ങൾക്കൊരു പഞ്ചായത്ത് ഭരണം പോലും കേരളത്തിൽ ഇല്ലാത്ത കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു. 1980 സ്മൃതി കേൾക്കണം, 1980 നാദാപുരം ഡിഫൻസ് ഫോഴ്സ് ഉണ്ടാവാൻ കാരണം എന്താണ്? CPM ലീഗ് സംഘർഷത്തിന് ഒരു വർഗീയ ഭാവം കൈവരുന്നു. പള്ളികളെയും മുസ്ലിങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് NDFന്റെ പ്രഥമമായ ഒരു രൂപപ്പെടുന്നു. അന്നത്തെയും കാലഘട്ടത്തെ നമ്മൾ കാണണം. പിന്നീട് 1996 BJP എന്ന് പറയുന്ന സർക്കാർ ഉണ്ടാകുന്നത്. 13 ദിവസമാണ് ഞങ്ങൾക്ക് ഭരിക്കാനിടയായത്. ആ കാലഘട്ടത്തിന് മുമ്പ് 95 കോഴിക്കോട്ട് കടലുണ്ടി പുഴയിലെ കൂമങ്കല്ല് പാലത്തിനടിയിൽ പൈപ്പ് ബോംബ് കാണപ്പെടുന്നു. അന്നും കേന്ദ്രത്തിൽ അധികാരത്തിൽ BJP ഇല്ല. അതിനുശേഷമാണ് കേരളത്തിൽ ആദ്യമായിട്ട് റിമോട്ട് സെൻസിങ് ബോംബ്. ഞാൻ അതിൻ്റെ എവിടെ സ്ഥലം ഞാൻ പറയുന്നില്ല, കാരണം അത് പലർക്കും നോവും. റിമോട്ട് സെൻസിങ് ബോംബ് കേരളത്തിൽ ആദ്യമായി പരീക്ഷിക്കപ്പെട്ടു. ആ സമയത്തും നമ്മൾ അതിനെ കണ്ണടച്ചൊതിർത്തു. അതിനുശേഷമാണ് 2001 സിമി നിരോധനം വരുന്നത്. ഇവിടെ ഇപ്പോൾ ചിലരൊക്കെ വലിയ വലിയ വാചകം പറയുന്നുണ്ടല്ലോ. കേൾക്കൂ നിങ്ങൾ, 2012 ഫ്രീഡം പരേഡ് നിരോധിച്ചുകൊണ്ട് കേരളത്തിലെ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരള ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിലെ വാക്കുകൾ നമ്മളൊന്ന് കേൾക്കണം സ്മൃതി. നോക്കൂ, അദ്ദേഹം പറയുന്നു, PFI ഈസ് നത്തിങ് ബട്ട് എ റിസെഷൻ ഓഫ് ദ ബാൻഡ് ഔട്ട്ഫിറ്റ് സിമി ഇൻ അനദർ ഫോം. ഇത് കേരള ഹൈക്കോടതി, കേരള സർക്കാരിൻ്റെ ഒഫീഷ്യൽ വാക്കുകളായിട്ട് ഉമ്മൻചാണ്ടി കൊടുത്ത സത്യവാങ്മൂലമാണ്. ആ നിരോധനം ശരിവെച്ചു. ഞാൻ ചോദിക്കുന്നത്, ഈന്തുള്ളകണ്ടിയിലെ ബിനുവിൻ്റെ കൊലപാതകത്തെ നമുക്ക് മറക്കാം, ജോസഫ് മാഷിയുടെ കൈവെട്ടിയതിന് നമുക്ക് മറക്കാം. ആ കൈവെട്ടിയ കേസിലെ പ്രതി ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാവാൻ സ്മൃതി കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളെ ഇന്ന് ന്യായീകരിക്കുന്നവരുടെ പിന്തുണയില്ലാതെ അവർക്ക് സാധിക്കുമോ? പിന്നീട് നമ്മൾ അറിയുന്നു അഭിമന്യുവിൻ്റെ കൊലപാതകം നമുക്ക് തള്ളിക്കളയാം, പക്ഷെ പ്രതികൾ എവിടെ? അവരുടെ പേരിൽ എന്തുണ്ടാകുന്നു? ഇനി നിങ്ങൾ ചോദിച്ചു കേരളത്തിൽ ഇതുണ്ടോ, റിപ്പോർട്ടുകളുണ്ടോ? ഞാൻ കൃത്യമായി പറയുന്നു, കേരളത്തിലെ ഒരു മുഖ്യധാരാ പത്രത്തിൻ്റെ 2022/9/2022 എടുത്ത് വരച്ചു നോക്കിയാൽ നമുക്കറിയാം.
കേരള പോലീസിനകത്ത് 873 പേർക്ക് PFIയുമായി ബന്ധമുണ്ട്. പച്ച വെളിച്ചം. അവർക്ക് അത്തരം ആളുകൾക്ക് കൊല ചെയ്യാനുള്ള ആളുകളുടെ വിശദാംശങ്ങൾ അവർ രഹസ്യമായി കൈമാറിയിരിക്കുന്നു. തീർന്നില്ല. കേരളത്തിലെ ഫയർഫോഴ്സ് അത്തരമൊരു ആന്റി സോഷ്യൽ ഓർഗനൈസേഷന് പരിശീലനം കൊടുത്തു. ഇനി പറയൂ, ജയരാജൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കച്ചവട താല്പര്യം ഉണ്ടാകാം, അദ്ദേഹത്തിൻ്റെതായ അവർക്കിടയിലുള്ള ഗ്രൂപ്പ് വർഗങ്ങൾ ഉണ്ടാകാം. പക്ഷെ കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൂടെ? അത് ആർക്ക് ഗുണമായി തീരുമെന്ന് ഈ ചരിത്രത്തിലേക്ക് താങ്കൾ പോവുകയാണെങ്കിൽ നിങ്ങൾ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്ന RSS അംഗീകരിക്കുന്ന ആളുകൾ ഗാന്ധി വധക്കേസിൽ അടക്കം പ്രതികളായിരുന്നു. ഇന്ത്യ ഹിന്ദു രാജ്യമാണ് എന്ന് പറയുന്നതും ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്നതും ഒരുപോലെ അപകടമല്ലേ ശ്രീ TP ജയചന്ദ്രൻ? എന്താണ് വ്യത്യാസം? സ്മൃതി, ജസ്റ്റിസ് കപൂർ കമ്മീഷൻ ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട് ഭാരതത്തിലെ പൊതുഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് സ്മൃതി വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ ഒന്ന് എടുത്ത് പരിശോധിക്കണം. RSSന്റെ നിരോധനം അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. സ്മൃതി എന്തേ പിൻവലിച്ചു? ഇത്രമാത്രം കുറ്റവാളികളും ഇത്രമാത്രം വെറുക്കപ്പെടേണ്ടവരുമാണെങ്കിൽ രാജ്യം നിരോധിക്കപ്പെടേണ്ട സംഘടനയായിരുന്നില്ലേ? എന്തേ നിരോധനം പിന്നീട് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല? നിങ്ങൾ ഈ പറയുന്നത് ഞങ്ങൾ എവിടെയാണ് ഇവരെ ആരെങ്കിലും എക്കണോമിക് എന്താണ് 2 തവണ നിരോധനം വന്നതാണല്ലോ, 2 തവണ നിരോധിച്ചിരുന്നല്ലോ. കപൂർ കമ്മീഷൻ പറഞ്ഞത് സവർക്കർ ഗൂഢാലോചനയിൽ ഉണ്ട് എന്നാണല്ലോ. താങ്കൾ മുഴുവൻ വായിച്ചതല്ലേ? അല്ല, ഞാൻ അത് മാത്രമല്ല വായിച്ചത്. ആ കാലഘട്ടത്തിൽ ഹിന്ദു മഹാസഭ ഗാന്ധിവധം നടത്തിയപ്പോൾ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ആയിരുന്നു അതിന്റെ അഖിലേന്ത്യാ നേതാവ്. അദ്ദേഹത്തിന്റെ മകനായിരുന്നു സോമനാഥ് ചാറ്റർജി. ഒരു പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരാൾ ഗാന്ധിയെ പോലെയുള്ള രാഷ്ട്രപിതാവുവാൻ ആദരിക്കുന്ന ഒരു മനുഷ്യനെ കൊല ചെയ്തപ്പോൾ എന്തേ ആ സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ വിളിച്ചൊന്ന് ചോദ്യം ചെയ്തില്ല? ചോദ്യം ചെയ്തില്ലെന്ന് മാത്രമല്ല സ്മൃതി, അദ്ദേഹത്തിന് പിന്നീട് കിട്ടിയ നമ്മുടെ ചർച്ച. താങ്കളൊന്ന് നമ്മുടെ വർത്തമാനകാല രാഷ്ട്രീയത്തിലേക്ക് വരണം. പി ജയരാജൻ പറഞ്ഞതുപോലെ വർത്തമാന കേരളത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണല്ലോ അദ്ദേഹത്തിന്റെ പുസ്തകം. നമുക്ക് ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ താങ്കൾ പറയുന്നതിനെ ഖണ്ഡിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും. താങ്കൾക്കും പറയാൻ കുറെ കാര്യങ്ങളുണ്ടാകും. നമ്മളിപ്പോൾ ചരിത്രമല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. കേരളത്തിൽ നിലവിൽ വരുന്ന ഏറ്റവും വലിയ ഭീഷണി ഇതാണോ? ഇതാണോ IS-ലേക്ക് പോകുന്നു യുവാക്കൾ എന്നുള്ളതാണോ കേരളം ഇപ്പോൾ നേരിടുന്ന വർത്തമാനകാല യാഥാർത്ഥ്യം? ശ്രീ TP ജയചന്ദ്രൻ, സ്മൃതി, നമ്മളിപ്പോൾ ഒരു വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നിൽക്കുന്നുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള സംസ്ഥാന കമ്മിറ്റി മെമ്പറായ P ജയരാജൻ, RSSനെ നഖശികാന്തം എതിർക്കുന്ന ഒരാൾ, ഇന്ന് കേരളത്തിൽ ഉറക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. കേരളത്തിലെ യുവാക്കളിലേക്ക് പൊളിറ്റിക്കൽ ഇസ്ലാം കടന്നു കയറുന്നുണ്ട്. പാർട്ടി ഗ്രാമങ്ങളിൽ ഈച്ച പറക്കണമെങ്കിൽ ഞങ്ങൾ അറിയണമെന്ന് പറയുന്ന പ്രദേശത്ത് തടിയൻ്റെ അവിടെ നസീർ ജയിലിൽ കിടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ആ ജില്ലയിൽ നിന്നാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ IS ചേർന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. അത് ചർച്ച ചെയ്യുമ്പോൾ അത് BJPക്ക് ഗുണമായി പോകുമോ എന്നുള്ളത് കൊണ്ട് മതേതരത്വത്തിന്റെ വാക്താരിയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് ആ രൂപത്തിൽ ഇത് ചർച്ച ചെയ്താൽ ബുദ്ധിമുട്ടാകും. അങ്ങനെയല്ലല്ലോ നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത്. ഞാൻ ലീഗ് പ്രതിനിധിയിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ ഷാഫി ചാലിയം, P ജയരാജന്റെ പുസ്തകം അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഇപ്പോൾ കേരളം എത്തി നിൽക്കുന്ന വർത്തമാനകാല അവസ്ഥയിൽ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം എന്നുള്ളതാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ആ പുസ്തകത്തിന്റെ രചന പൂർത്തിയാക്കി. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ചില കൂട്ടിച്ചേർക്കലുകളും ഉണ്ടായിരിക്കുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് വിധിക്ക് ശേഷമുള്ള പാർട്ടിയുടെ വിലയിരുത്തൽ അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു പുസ്തകം എന്നാണ് ഇതിനെ കാണേണ്ടത്. ഇത് കേരള സ്റ്റോറി എന്ന സംഘപരിവാർ സിനിമ, അതിൽ നിന്ന് വ്യത്യസ്തമാണ് P ജയരാജൻ പറയുന്ന രാഷ്ട്രീയം, പുസ്തകത്തിലെ കാര്യങ്ങൾ എന്നാണോ താങ്കൾ ഇതിനെ കാണുന്നത്? കാരണം അദ്ദേഹം പറയുന്നുണ്ട് കൃത്യമായി മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം, ഇത് രണ്ടും ഞാൻ അതിൽ വിശദീകരിക്കുന്നു എന്ന്. അതെ, വർത്തമാനകാല സാഹചര്യത്തിൽ CPM നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധമുണ്ട് ഈ പുസ്തകത്തിന്. കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷകളൊക്കെ അതാണ്. സാധാരണ ഈ ADGP അജിത് കുമാർ, സാജൻ സ്കറിയ തുടങ്ങിയ ആളുകളൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് പൊളിറ്റിക്കൽ ഇസ്ലാം, റാഡിക്കൽ ഇസ്ലാം. അങ്ങനെ ഇസ്ലാമിനെ 2, 3, 4 കമ്പാർട്ട്മെൻ്റ് ആക്കി വെച്ചുകൊണ്ടാണ് ഇവരൊക്കെ പറയാറ്. എന്നാൽ അതുപോലെ മറ്റു ക്രിസ്ത്യൻ സമൂഹത്തെക്കുറിച്ചോ ഹിന്ദു സമൂഹത്തെക്കുറിച്ചോ ഇങ്ങനെ റാഡിക്കലും പൊളിറ്റിക്കലുമായിട്ട് ഇവരാരും പറയാറില്ല.
അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ സംഘപരിവാർ ഉപയോഗിക്കുന്ന ഭാഷയിലേക്ക് വളരെ വൈകിയാണെങ്കിലും ജയരാജനെ പോലുള്ള ആളുകൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. മാത്രമല്ല, ഇതൊക്കെ തന്നെയാണ് ഈ സെൻകുമാറിനെ പോലുള്ള ആളുകൾ അവരൊക്കെ ഔദ്യോഗികമായി സ്ഥാനത്തിരിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല. പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ബഹ്റി അത് തന്നെയാണ്. പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എങ്ങനെ പറയും? ഇതെവിടെയാണ് നടക്കുന്നത്? എത്ര കേസ് അതിലുള്ളത്? ഈ ISIS റിക്രൂട്ട്മെൻ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ISIS റിക്രൂട്ട് ചെയ്യപ്പെട്ടത് ഏത് രാജ്യത്തുള്ളവരാണ്? അമേരിക്കയിൽ നിന്നുള്ളവരുണ്ട്, ബെൽജിയത്തിൽ നിന്നുള്ളവരുണ്ട്, യൂറോപ്യൻ കൺട്രിയിൽ നിന്നുള്ളവരുണ്ട്. അതുപോലെ ഓരോരോ രാജ്യങ്ങളിൽ നിന്നും ഈ അവരെ ആകർഷിച്ച ചെറുപ്പക്കാരുണ്ടായിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയും അതിനൊരു അപവാദമല്ല. പക്ഷേ ഇന്ത്യ ലോകത്തിൽ 140 കോടി മനുഷ്യന്മാരുള്ള ഇന്ത്യയിൽ നിന്ന് എത്ര പേരാണ് പോയത്? മാത്രമല്ല, പഞ്ചാബിൽ നിന്ന് പോയ 2-3 സിഖുകാർ സുഷമ സ്വരാജ് വളരെ ഇനീഷ്യേഷൻ എടുത്തിട്ടാണ് തിരിച്ചുകൊണ്ടുവന്നത്. എന്നാൽ അതുപോലെ അഫ്ഗാനിലെ ജയിലിൽ കിടക്കുന്ന നമ്മുടെ നിമിഷ ഫാത്തിമ പോലുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ ഇവരാരും ശ്രമിക്കുമോ? അത് ശ്രമിക്കില്ല. കാരണം എന്താ? നിമിഷ ഫാത്തിമനെ തിരിച്ചു കൊണ്ടുവന്നാലേ നമുക്ക് ആ സത്യം അറിയുള്ളൂ. നിങ്ങളെ എങ്ങനെ അവിടെ എത്തിച്ചു, ഈ IS എത്തിച്ചത് ആരാണെന്നുള്ളത് നിമിഷ ഫാത്തിമ പറയും. കാരണം ഇവരെ കൊണ്ടുപോകുന്നത് ആരാണ്? ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട 2 സഹോദരന്മാർ ആണ് ഇവരെ പ്രേമിക്കുന്നത്, കല്യാണം കഴിക്കുന്നതൊക്കെ അപ്പോൾ തന്നെയാണ്. ഇവർ കുടുംബസമേതം മതം മാറി ഇസ്ലാമായെന്ന് കേൾക്കുന്നു. എവിടെ വെച്ച് എന്ത് എന്നതിനെക്കുറിച്ച് ആർക്കൊരു പിടുത്തമില്ല. അവിടുന്ന് കച്ചവടത്തിനെന്ന പേരിൽ ഇവർ അച്ഛൻ കൊടുക്കുന്ന പണം ഉപയോഗിച്ച് കൊളംബോയിലേക്ക് പോകുന്നു. പിന്നെ പോകുന്നത് എവിടെ എത്തിപ്പെട്ടു? അഫ്ഗാനിസ്ഥാനിൽ എത്തിപ്പെട്ടു എന്ന വാർത്ത. ഇതിനൊക്കെ കേരളത്തിലെ മുസ്ലിങ്ങൾ സമാധാനം പറയണമെന്ന് പറഞ്ഞാൽ എന്ത് അടിസ്ഥാനമാണുള്ളത്? ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു തെളിവായിരുന്നു എന്ത്? നിമിഷ ഫാത്തിമ ജയിലിലാണ്. അതിൻ്റെ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, എൻ്റെ മകൾ എങ്ങനെ അവിടെ എത്തി? ആരുടെ സഹായത്താലാണ് അവിടെ എത്തിയത്? കേന്ദ്ര സർക്കാരിൻ്റെ സഹായമുണ്ടോ? സംഘപരിവാറിൻ്റെ സഹായമുണ്ടോ? കേരള സർക്കാരിൻ്റെ സഹായമുണ്ടോ? ഇവിടുത്തെ ഏതെങ്കിലും തീവ്രവാദ സംഘടനയ്ക്ക് സഹായമുണ്ടോ? എങ്ങനെയാണ് എൻ്റെ കുട്ടി പോയത്? ഇനിയൊരു കുട്ടി ഇവിടുന്ന് പോകരുത്. അതിന് പോയ എൻ്റെ കുട്ടിയെ നിങ്ങൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. കൊണ്ടുവന്ന് വിചാരണ ചെയ്ത് സത്യം ഈ കുട്ടിയിൽ നിന്ന് നിങ്ങൾ കേൾക്കണം. എന്നിട്ട് എൻ്റെ കുട്ടിയെ കൊണ്ടുപോയി തൂക്കിക്കൊന്നോളൂ, ഏതെങ്കിലും ജയിലിൽ കൊണ്ടുപോയി അടച്ചോളൂ എന്നാണ് ആ അമ്മ പറഞ്ഞത്. ആ മാതാവിൻ്റെ ശബ്ദത്തിന് ആരവിടെ വില കൽപ്പിച്ചത്? അത് വേണ്ടേ? നമുക്ക് അറിയണ്ടേ? ഈ ഇത്തരത്തിലുള്ള അഗ്രസീവായ മേഖലയിലേക്ക് നമ്മുടെ നാട്ടിലെ യുവാക്കളെയും യുവതികളെയും കൊണ്ടുപോകുന്ന ദുഷ്ടന്മാരെ നമുക്ക് തിരിച്ചറിയണ്ടേ? അതിനെന്ത് ശ്രമം അവിടെ നടത്തി? ഒരിക്കലും സംഘപരിവാർ തയ്യാറാവില്ല. ഈ രാജ്യത്ത് നടന്ന എല്ലാ വിദ്രോഹ കേസുകളിലും എത്ര RSSകാരാണ് അകത്ത് കിടക്കുന്നത്? രാജ്യദ്രോഹത്തിന് അതിനെ കണക്ക് പറയണം. 100 എണ്ണത്തിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരൊറ്റ മുസ്ലിം ലീഗിൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കും പറയാൻ കഴിയില്ല. ഇത് കുറേ കാലമായി ഇങ്ങനത്തെ സാധനം വെച്ച് 1, 2, 4 കേസ് വെച്ച് ഇതിന് എന്താ നമ്മൾ തന്നെ ഇപ്പം ഈ പാനായിക്കുളം കേസ്, ആ കേസ് ഈ ശശിധരൻ എന്ന് പറഞ്ഞ ആൾ അന്വേഷിച്ചാണ്. എന്താ സുപ്രീം കോടതിയൊക്കെ പറഞ്ഞത്? ഇതിനെക്കാട്ടി നല്ല വല്ല അമർ ചിത്രകഥ എഴുതാൻ പോയിക്കൂടെ എന്ന് വെച്ചത്. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? കേരളത്തിലെ പോലീസ് നമുക്കറിയാമല്ലോ. ഇപ്പോൾ കേരളത്തിലെ പോലീസിനെ 2016 മുതൽ രമൺ ശ്രീവാസ്തവനെ ഉപദേശകനായി ഇങ്ങോട്ട് കൊടുത്തതാണ്. അവിടുന്ന് ഉപദേശം തുടങ്ങി എവിടെ എത്തി? DGP-ആയി ബഹ്റിനെ കൊണ്ടുവന്നു. എങ്ങനെ? ഇസ്രത്ത് ജഹാൻ കേസ് തുമ്പില്ലാതാക്കിയ മനുഷ്യനാ, ഒരു NIA-യിലെ BJP-ക്ക് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തെ എവിടെ കൊണ്ടുവന്നത്? കാലാവധി കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ ഇവിടെ വെച്ചു, മെട്രോ ചെയർമാനാക്കി വെച്ചു. ആ മെട്രോ ചെയർമാനാക്കി വെച്ചിട്ട് കാലാവധി കഴിഞ്ഞു. കാലാവധി കഴിഞ്ഞിട്ട് BJP ഗവൺമെൻറ് അഭ്യർത്ഥിക്കുക കേരളത്തിനോട് നീട്ടിക്കൊടുക്കണം. അങ്ങനെ 1 കൊല്ലം കൂടി നീട്ടിക്കൊടുക്കുന്നു. അത് കഴിഞ്ഞ് MR അജിത് കുമാറിൻ്റെ വരവ് വരുന്നു. അതേമാതിരി തന്നെ മലപ്പുറം ജില്ലയിൽ ക്രൈം റേറ്റ് കൂട്ടാൻ സുജിത് കുമാറിന് വരുന്നു. പാനായിക്കുളം കേസിലെ ഈ എന്താ പറയുക, ഇല്ലാത്ത എത്രയോ യുവാക്കളെ ജീവിതം 10-15 കൊല്ലക്കാലം ഹോമിപ്പിച്ച ഒരു ഉദ്യോഗസ്ഥൻ സംഘപരിവാറിന് വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുപോയി മലപ്പുറം വെക്കുന്നു. ഇപ്പം വീണ്ടും മാറ്റി വേറെ ആരോ വെക്കുന്നു. ഇതൊക്കെ ഇവിടെ കാണുകയല്ലേ? ഏതായാലും CPM വളരെ എന്താ പറയുക, ഈ സമയത്ത് അവർ ഇത്തരത്തിലുള്ള നരേഷനുമായി വരുന്ന ഇവർ BJP-ക്ക് പഠിക്കുകയാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്ത് സംഭവിച്ചു? മുസ്ലിങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടി കുറേ വർത്തമാനം പറഞ്ഞു. ഫലം എന്തുണ്ടായി? മുസ്ലിം വോട്ട് കിട്ടിയില്ല, കയ്യിലുള്ള ഹിന്ദു വോട്ട് പോവുകയും ചെയ്ത്. ഇനി ഹിന്ദു വോട്ട് കിട്ടണം. ഇതൊക്കെ തന്നെയാണ് ബംഗാളിൽ സംഭവിച്ചത്. ബംഗാളിൽ എന്താ സ്ഥിതി? ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത് തന്നെ എങ്ങനെയാണ്? അവിടുത്തെ കമ്മ്യൂണിസം ഒരു പ്രത്യേക കമ്മ്യൂണിസമാണ്. അവിടെ മുഴുവൻ കാളി മാതാവാണ്, കാളി ക്ഷേത്രങ്ങളാണ്, എല്ലാവരും കാളി ഭക്തരാണ്. ഈ കാളി ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും അങ്ങനെ ഒരു രാഷ്ട്രീയമായിരുന്നു അവിടെ. ആ രാഷ്ട്രീയം എവിടെ എത്തി അവസാനം? ആകെ 2011 കൂടി ആ സിംഗൂരും ആ പ്രശ്നത്തോടു കൂടി പുറകോട്ട് പോയി. എന്നാലും അവർക്ക് എന്തുണ്ടായിരുന്നു? 2011 60-70 MLA-മാരുണ്ടായിരുന്നു. എന്നാൽ നേരെ 2016 എത്തുമ്പോൾ ഒരൊറ്റ MLA-മാരില്ല. BJP-ക്ക് 80 MLA-മാരെത്തി, കൂട്ടത്തോടെ ഒഴുകുകയായിരുന്നു.
അതുപോലെ ഇവരുടെ ഈ തലതിരിഞ്ഞ ഈ മതേതര നിലപാടിൽ നിന്ന് ഇവർ വ്യതിചലിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വരാൻ പോകുന്നത് ഇവർക്ക് മാത്രമല്ല ഈ സ്റ്റേറ്റിനും വലിയ ആപത്താണ്. നമ്മുടെ സ്റ്റേറ്റിലെ ഡെമോക്രസിയും സെക്യുലറിസവും നിലനിർത്തുന്നതിൽ അനൽപമായ പങ്ക് വഹിച്ചിരുന്ന പാർട്ടിയാണ് CPM. കഴിഞ്ഞ 5-8 വർഷമായി ഇവിടെ അത് നടക്കുന്നില്ല. ശരി, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത് ശ്രീ ഷാഫി ചാലിയം. പിണറായി വിജയനോട് ചോദിക്കണം. അതെ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. എനിക്ക് ജയചന്ദ്രനോടാണ് ചോദ്യം ചോദിക്കാനുള്ളത്. ഇടവേളയ്ക്ക് ശേഷം. ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. പ്രോഡക്റ്റുകൾ പകുതി വിലയിൽ വരെ വിറ്റഴിക്കുന്നു. ശ്രീ എം ജയചന്ദ്രൻ, ഇപ്പോൾ ഈ IS-നെയും ജമാഅത്തെ ഇസ്ലാമിയും ഒരേ നിലയ്ക്കാണോ CPM കാണുന്നത്? അതിലൊരു വ്യക്തത തരാൻ പറ്റുമോ? ഇത് ഈ IS-നെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒരുപോലെ കാണുന്നു എന്ന് ആര് പറഞ്ഞു? ഈ പുസ്തകത്തിൽ ഈ സ്മൃതി പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ P. ജയരാജന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ടാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ അകത്ത് ഊന്നിയിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു. താങ്കൾക്കും അറിയാം, ഈ പാനലിസ്റ്റുകൾക്കും അറിയാത്ത കാര്യമൊന്നുമല്ല അത്. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീ ഷാഫി ചാലിയം പറഞ്ഞു, ശ്രദ്ധിക്കൂ, പിന്നെ ഇത് ഒരു നരേറ്റീവാണ്. ഏത് പിന്നെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ളത് അങ്ങനെയല്ല സർ. കാരണം ഈ പൊളിറ്റിക്കൽ ഹിന്ദുത്വം ഉണ്ടെങ്കിൽ അവിടെ നിന്നാണല്ലോ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമും വരുന്നത്. അതിൻ്റെതായിട്ടുള്ള വഴികളുണ്ട്. കാരശ്ശേരി മാഷൊക്കെ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ടുള്ള അത്തരം കാര്യങ്ങളൊക്കെ. അത് പിന്നെ ഈ BJPയുടെ സംഗതിയൊന്നുമല്ല. എല്ലാ പിന്നെ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ വിദ്യാർത്ഥികളും ഒക്കെ അനലൈസ് ചെയ്തിട്ടുള്ളതാണ് ഈ കാര്യം. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? ജയരാജൻ തന്നെ പറഞ്ഞല്ലോ, 92-ലെ ബാബറിക്ക് ശേഷമാണ്, ബാബറി പള്ളി ഇഷ്യൂവിന് ശേഷമാണ് ഈ പ്രശ്നം കൂടുതൽ പിന്നെ ആക്റ്റീവ് ആവുന്നത്. ശരി, മതരാഷ്ട്രവാദം പറയുന്നു എന്നുള്ളതാണല്ലോ. മതരാഷ്ട്രവാദം RSSും പറയുന്നു, ജമാഅത്തെയും പറയുന്നു. IS-ന്റേത് കുറച്ചുകൂടി എന്നല്ല, അതിതീവ്ര നിലപാടാണ്. IS-ഉം ജമാഅത്തെയും ഒരേ നിലപാടാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ CPM എന്നുള്ളതാണ്. കാരണം IS-ുമായി ബന്ധപ്പെട്ട ഈ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുന്ന ഘട്ടത്തിലൊക്കെ അവിടെ ജമാഅത്തെയെ കൂടി കൂട്ടിച്ചേർത്ത് പറയാൻ പലപ്പോഴും CPM കുറച്ചു കാലമായി ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ടാണ് ചോദ്യം. രണ്ടും ഒന്നാണ്, ഒരേ നിലപാടാണ് എന്ന നിലപാടാണ് CPM-നുള്ളത്. അതെ, അത് പറയാം സ്മൃതി. കാരണം ഈ ലീഗിന്റെ അവസരവാദ രാഷ്ട്രീയം തുറന്നു കാണിക്കണം. അല്ല, അത് പറഞ്ഞോളൂ. എനിക്ക് മറുപടി കിട്ടിയ ശേഷം താങ്കൾക്ക് പറയാം. എനിക്ക് മറുപടി പറഞ്ഞ ശേഷം താങ്കൾ പറഞ്ഞോളൂ. അല്ല, അതാണ് അങ്ങനെ തന്നെയാണ് ലീഗിന്റെ അവസരവാദ രാഷ്ട്രീയം എന്ന് തന്നെയാണ് CPM അർത്ഥമാക്കുന്നത്. അതേ അവലോകന രേഖയിൽ അത് തന്നെ പറയുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് P. ജയരാജന്റെ പുസ്തകം തന്നെ. അതിലൊരു സംശയവും വേണ്ട, അത് തന്നെയാണ് ബേസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CPM-ന് അനുമതി കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിന് പുസ്തകം പിന്നെ പൂർത്തിയാക്കാനും പ്രസിദ്ധീകരിക്കാനും അനുവാദവും കിട്ടിയിട്ടുള്ളൂ. അതാണ് CPM-ന്റെ ബേസിൽ തന്നെ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് A. വിജയരാഘവൻ അതിന് ആമുഖം എഴുതിയിരിക്കുന്നതും. അതൊക്കെ കൃത്യമായിട്ടും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട CPM-ന്റെ നിലപാടിനെയാണ് ഞാൻ ചോദിച്ചത്. അതിലൊരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഞാൻ താങ്കളോട് ആവർത്തിച്ച് ചോദിച്ചത്. IS-ഉം ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഒരേ രൂപത്തിലാണോ കാണുന്നത് CPM എന്നുള്ളത്? അല്ല, അത് IS-ന്റെ രൂപത്തിനെ ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപത്തിനെയും ഒരേപോലെ അല്ല കാണുന്നത്. അതിനെ സംബന്ധിച്ച് തിയററ്റിക്കലി തന്നെ CPM വ്യത്യസ്തമായിട്ട് തന്നെയാണ് കാണുന്നത്. IS-ന്റെ തൊട്ടുകൂടാത്തവരാണ് എന്ന രൂപത്തിലാണല്ലോ ഇപ്പോൾ പ്രതികരണം, അല്ലേ? ജമാഅത്തെ ഇസ്ലാമിയെ തൊട്ടുകൂടാത്തവരായിട്ടാണല്ലോ ഇപ്പോൾ കാണുന്നത്. അല്ല, തൊട്ടുകൂടാത്തവർ എന്നുള്ളതല്ല. അത് ഐഡിയോളജിക്കൽ പൊസിഷനാണത്. അത്തരം പൊസിഷനിങ് രാഷ്ട്രീയത്തിൽ സർവ്വസാധാരണമാണല്ലോ, അത്തരം പൊസിഷൻ എടുക്കുക എന്നുള്ളത്. ഒരു പിന്തുണയും വേണ്ട. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം നമ്മൾ കണ്ടതാണല്ലോ എങ്ങനെയാണ് പ്രതികരണങ്ങൾ വന്നതെന്ന്. നോക്കൂ, 1996 ഏപ്രിൽ 22-ന് ദേശാഭിമാനിയിൽ വന്നിരിക്കുന്ന ലേഖനമാണ്. അതിൽ കൃത്യമായിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ലേഖനത്തിന്റെ ഭാഗം ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതിൽ CBCI ഇവിടെ കേരളത്തിൽ CPM-നെ പിന്തുണയ്ക്കാൻ
തീരുമാനിക്കുന്നു. കാരണം ക്രിസ്ത്യൻ മതന്യൂനപക്ഷത്തിനെതിരെ വരുന്ന വർദ്ധിച്ച ആക്രമണങ്ങൾ, ആ ഘട്ടത്തിലാണ് അങ്ങനെ ഒരു നിലപാട് അവരെടുത്തത്. അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് പറയുന്ന വാചകങ്ങളാണ്. ക്രിസ്തീയ പുരോഹിതന്മാരുടെ ഈ അഭ്യർത്ഥന വന്നതിന്റെ തൊട്ടുപിറകെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകത്തിന്റെ തീരുമാനവും പുറത്തുവരുന്നത്. വരുന്ന ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായി ഒരേ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത ശേഷമാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. തീരുമാനത്തിന് അടിസ്ഥാനമായ അവരുടെ നിഗമനം ഇങ്ങനെയാണ്: രാജ്യത്തെ ഏറ്റവും വലിയ കക്ഷിയും ഭരണകക്ഷിയുമായ കോൺഗ്രസ് ഫാസിസത്തിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. മുസ്ലിം ന്യൂനപക്ഷത്തെ ആ പാർട്ടി വഞ്ചിച്ചു, ടാഡ പോലുള്ള കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചു, അഴിമതി ദേശീയ സംസ്കാരമാക്കി. അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ അവർ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് എടുത്തു പറയുകയാണ് ദേശാഭിമാനി ലേഖനം. അപ്പോൾ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് ഒരു കാലത്ത്, ആ പിന്തുണ പുറത്തു പറഞ്ഞിട്ടുമുണ്ട്. അത് ഞാനത് തന്നെയാണ് പറഞ്ഞത്. ഐഡിയോളജിക്കൽ പൊസിഷനാണത്. അത് പല കാലഘട്ടങ്ങളിലും രാഷ്ട്രീയമായ സാധ്യതകൾ മുൻനിർത്തി തന്നെയാണ് അത്തരം പൊസിഷനിങ് വന്നിട്ടുള്ളത്. അത് ഒരാൾക്ക് മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ കക്ഷികളും അങ്ങനെയല്ലേ. ഇപ്പോൾ ഈ ജനതാ പാർട്ടിയുടെ കാര്യം പറഞ്ഞു, ജനസംഘത്തിന്റെ കാര്യം പറഞ്ഞു, അടിയന്തരാവസ്ഥയുടെ കാര്യം പറയുന്നു, ഒരുമിച്ച് നിന്നിട്ടില്ലേ? നിൽക്കേണ്ട കാലത്ത് അങ്ങനെ ഉണ്ടാവാന്നല്ല, ഉണ്ട്. പക്ഷെ അത് വെച്ചുകൊണ്ട് ഇപ്പോഴത്തെ വലിയ വ്യത്യാസമാണോ? വലിയ വ്യത്യാസം വന്നോ? എവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി 96-ലും 2024-ലേക്ക് എത്തുമ്പോൾ വേറെ രൂപത്തിലേക്ക് മാറിയോ? അറിയില്ല, ഞാൻ ചോദിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതിപ്പോ സ്മൃതിക്ക് പറഞ്ഞു തരാതെ തന്നെ മനസ്സിലാക്കാവുന്ന ആളാണല്ലോ. ഒരുപാട് മൗദൂദിസം എത്രത്തോളം മാറിയിട്ടുണ്ട്, ഏതൊക്കെ നിലയിലാണ് മൗദൂദിസം മാറിയിട്ടുള്ളത്, അതിന്റെ ഓരോ അടരുകളെടുത്ത് പരിശോധിച്ചാൽ തന്നെ അറിയാമല്ലോ. അത് അങ്ങനെ പരിശോധിക്കാൻ കഴിയുന്നൊരു ചർച്ചാവേളയല്ലല്ലോ ഇപ്പോ. അപ്പൊ അങ്ങനെ മൗദൂദിസത്തിന് അങ്ങനെ കാണാനും കഴിയില്ല. അതിൻ്റെതായിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള പൊസിഷനിങ് ഉണ്ട് സ്മൃതി, ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ ഓരോ രാഷ്ട്രീയ കക്ഷികളും ഓരോ കാലത്തും ഓരോ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് തെറ്റോ ശരിയോ എന്ന് പരിശോധിക്കേണ്ട സമയമല്ലല്ലോ ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഉള്ളത് ജയരാജന്റെ പുസ്തകമുള്ള നമ്മുടെ മുമ്പുള്ള പ്രശ്നം. ഞാൻ അതുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. മറ്റേ കാര്യമൊന്നും വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ചർച്ച ചെയ്യാൻ ഒരുക്കവുമാണ്. പക്ഷെ നമ്മുടെ ഈ സമയം അതിന് പോരല്ലോ. അതിന്റെ ഒരു പരിമിതി മാത്രമേ എന്റെ മുമ്പിലുള്ളൂ, വേറൊന്നുമില്ല. പക്ഷെ മറ്റേ പുസ്തകം അങ്ങനെയല്ല. പുസ്തകം ഇപ്പൊ ജയരാജന്റെ പുസ്തകം വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഈ കൂട്ടത്തിൽ ആരോ പറയാൻ കേട്ടു. കാരശ്ശേരി മാഷ് അല്ലെന്ന് ഞാൻ വിചാരിക്കട്ടെ. അതിന്റെ ആവശ്യമില്ലല്ലോ ജയരാജന്. ഇത് പുസ്തകം പ്രചരിപ്പിക്കാനാണോ ഇത്തരത്തിലുള്ള ഇത്? ഒരാൾ ചോദിച്ചാൽ, ഒരു അഭിമുഖത്തിൽ ചോദിച്ചാൽ മറുപടി പറയുന്നത് അതുകൊണ്ടല്ലല്ലോ. അപ്പൊ അതിന്റെ അകത്ത് ഇത് 25 നൂറ്റാണ്ടായി RSSകാര് അതിക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ട്. 99 ഓഗസ്റ്റ് 25-ലാണ് ഒരു സംഭവം. 25 കൊല്ലമായി. ആ ജയരാജനെ ഇപ്പൊ ഹിന്ദുത്വമായിട്ട് കൂട്ടിക്കെട്ടാനായിട്ട്, അതെ, ഹിന്ദുത്വമായിട്ട് കഷ്ടമാണ്. രണ്ടുപേരും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല. നിലവിൽ ഈ പ്രതികരണം ആരെ സഹായിക്കാൻ? വളരെ പദ്ധതിക്കാണ് അത്തരം സമീപനങ്ങളൊക്കെ. അല്ല, പി ജയരാജൻ, കണ്ണൂരത്തെ പി ജയരാജൻ എന്ന നേതാവ് RSSന് വേണ്ടി വർത്തമാനം പറയുന്നു, പുസ്തകം എഴുതുന്നു എന്നൊക്കെ അത്ര വലിയ ഭാവനാ സൃഷ്ടി, ഭാവനാ സങ്കല്പം നടത്തണമെങ്കിൽ അപാരമായ ഭാവനാ സിദ്ധി തന്നെ. ശ്രീ ഷാഫി ചാലിയം, പെട്ടെന്ന് ബ്രേക്കിലേക്ക് പറയാൻ കഴിയുക, അല്ലാതെ അതിന് മറുപടി പറയുക. ശ്രീ ജയേന്ദ്രനോട് ശ്രീ ഷാഫി ചാലിയത്തിനൊരു ചോദ്യം. അതായത് ബാബരി, അതെ, ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷമാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായതെന്ന് ജയരാജനും പറയുണ്ടായി, നിങ്ങളും പറയുണ്ടായി. അതിനുശേഷമാണ് അച്യുതാനന്ദന്റെ ഗവൺമെന്റ് നാട്ടിൽ വന്നത്. അച്യുതാനന്ദൻ ഗവൺമെന്റ് വന്ന സമയത്ത് കേരളത്തിലെ പാഠപുസ്തക കമ്മിറ്റിയിലും അതുപോലെ തന്നെ ഈ സച്ചാർ കമ്മീഷനുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ പാലൊളി മുഹമ്മദ് കുട്ടി കമ്മിറ്റിയിലും ജമാഅത്തെ ഇസ്ലാമിയുടെ അംഗങ്ങളെയാണ് എടുത്തത്. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സമാധാനപ്രിയരായ മതേതരത്വത്തിൽ അധിഷ്ഠിതമായ സമസ്ത തുടങ്ങിയ പ്രസ്ഥാനങ്ങളിലെ ഒരു പ്രതിനിധി പോലും എടുത്തിട്ടില്ല. 95% മുസ്ലിങ്ങളുള്ള സംഘടനകളെ മാറ്റി നിർത്തിയിട്ട് ജമാഅത്തെ ഇസ്ലാമിയാണ് വളരെ ഇമ്മൻസ് കമ്മിറ്റികൾ എടുത്തത്. അപ്പോൾ ബാബരി മസ്ജിദ് വിമോചനത്തിന് ശേഷമാണ് ഈ IS-ഉം ജമാഅത്തൊക്കെ നിങ്ങൾക്ക് ഈ കോലത്തിലായതെങ്കിൽ നിങ്ങൾ എത്ര വലിയ തെറ്റാണ് ചെയ്തത്? അതിൽ നിങ്ങൾ പശ്ചാത്തപിക്കുന്നുണ്ടോ? അർജുൻ മാക്കുറ്റി, ഇതിപ്പോൾ പി ജയരാജന്റെ ഒറ്റയ്ക്കുള്ള നിലപാടല്ല, പാർട്ടിയുടെ നിലപാട് എന്നാണ് ശ്രീ ജയേന്ദ്രൻ വിശദീകരിച്ചത്. പക്ഷേ പാർട്ടി പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടുമില്ല. പക്ഷേ പുസ്തകം അടുത്ത മാസം പുറത്തിറങ്ങും. അത് ആ രൂപത്തിൽ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗം പറയുമ്പോൾ പൂർണ്ണമായും അത് പാർട്ടി നിലപാട് തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കോൺഗ്രസ് ഇതിൽ ശക്തമായി പ്രതികരിക്കുന്നുണ്ടോ ഈ വിഷയത്തിൽ?
തീർച്ചയായും ഞാൻ സ്മൃതി പറയേണ്ടതായിട്ടുള്ളത് ഇത് പോളിറ്റ് ബ്യൂറോ അംഗമായിട്ട് ശ്രീ എ വിജയരാഘവനാണ് ഇതിൻ്റെ അവതാരിക എഴുതിയെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എഴുതാൻ അവകാശമുള്ളൂ. കാരണം എന്താണ്, കേരളത്തിൽ ഇതുപോലെ സംഘപരിവാറിൻ്റെ മറ്റൊരു ജിഹയായി നിന്ന ഒരാളാണ് എ വിജയരാഘവൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമുക്കറിയാം കുഞ്ഞാലിക്കുട്ടി ഹസൻ അമീർ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിനകത്ത് ഒരു പ്രത്യേക ഒരു ചിന്താധാരയെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയ ഒരാളാണ്. RSSൻ്റെ നേതാക്കന്മാർ പറയുന്ന ഭാഷയിൽ പറഞ്ഞ വിജയരാഘവൻ തന്നെയാണ് ഇതിന് അവതാരിക എഴുതിയത്. അപ്പോൾ സ്വാഭാവികമായും ആ പുസ്തകത്തിനകത്ത് ഇത്തരം കാര്യങ്ങൾ വരുമല്ലോ. പ്രത്യേകിച്ച് നമുക്ക് ഈ തെരഞ്ഞെടുപ്പോടുകൂടി അതിന് മുന്നോട്ടായി കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂർ പോലെയുള്ള CPMൻ്റെ കോട്ടകളിലെ അവർ DYFIക്കാരായി നിൽക്കുന്ന അതും ആ മേഖലയിൽ ചെറുപ്പക്കാർ വ്യാപകമായി ഇപ്പോൾ CPM വിട്ട് സംഘപരിവാർ പാളയത്തിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി കാണേണ്ട വിഷയമാണ്. CPM കേന്ദ്രങ്ങൾ നിങ്ങൾ പരിശോധിക്കൂ, ആ പ്രദേശങ്ങളിലെല്ലാം അതിശക്തമായി സംഘപരിവാറിന് വേരോട്ടമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അതെല്ലാം കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് ഇവർ പോകുന്നത് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല ഈ ഇത്തരത്തിലുള്ള ഒരു നിലപാട് ഇപ്പോൾ പി ജയരാജൻ പറയുന്ന നിലപാട് തീർച്ചയായും കഴിഞ്ഞ വടകര തെരഞ്ഞെടുപ്പിൽ കാഫിർ വിഷയം നമുക്കറിയാലോ, ആരാ കൊണ്ടുവന്നത്? കാഫിർ വിഷയത്തിനകത്ത് ഒരു മുസ്ലിം ലീഗുകാരനായ ചെറുപ്പക്കാരനെ യൂത്ത് ലീഗുകാരൻ്റെ പേരിലിട്ട് അത് ആ രൂപത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവസാനം വന്നത് അവരുടെ വടകരയിലെ DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറിയുടെ വാട്സപ്പിൽ നിന്നാണല്ലോ അത് പുറത്തു വന്നത് എന്നുള്ളത് നമ്മൾ ഏറെ ചർച്ച ചെയ്തല്ലേ. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവ്, ഒരു സ്ഥാനാർത്ഥി അവിടെ വന്നപ്പോൾ അദ്ദേഹം മുസ്ലിം നാമധാരി ആയതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നിലപാട് കൊണ്ടുവന്ന് അവിടെ ഹിന്ദു വോട്ട് ഏകീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമല്ലേ ഇവർ കാഫിർ പ്രയോഗവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നിലപാടുകൾ അവരെല്ലാ കാലത്തും എടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ മറ്റൊരു കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഘപരിവാറിന് വളമേകുന്ന രൂപത്തിൽ പി ജയരാജൻ എന്ന് പറയുന്ന CPMൻ്റെ നേതാവ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ സംഘപരിവാറിന് വേണ്ടി കേരളത്തിലെ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഒറ്റുകൊടുക്കുന്ന ഒറ്റുകാരനായി യൂദാസായി പി ജയരാജൻ മാറി എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഗുണം ലഭിക്കുന്നു. ഇപ്പം ജയേന്ദ്രൻ മാഷ് ഉൾപ്പെടെ വളരെ ആവേശത്തിലാണ്. കാരണം എന്താണ്, ഞങ്ങൾ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ സമീപകാലത്ത് കളമശ്ശേരിയിലുണ്ടായ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ പുറകിലാരാ? നിങ്ങൾ ഈ പൈപ്പ് ബോംബ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആ രൂപത്തിലേക്ക് പോകുമ്പോൾ എന്താണ് നിങ്ങളുടെ നിലപാട്? അത്തരത്തിൽ വിഷയങ്ങൾ ഈ കേരളത്തിനകത്ത് നടക്കുന്നില്ലേ? അത്തരം ബോംബുകൾ പൊട്ടിയിട്ടില്ലേ? മാത്രമല്ലല്ലോ, പ്രഖ്യാസിൻ ഠാക്കൂർ എന്ന് പറയുന്ന ഒരു തീവ്രവാദി, ആ തീവ്രവാദിയല്ലേ മലേഗ സ്ഫോടനം നടത്തിയത്? ആ തീവ്രവാദി ഇന്ത്യൻ പാർലമെന്റിലേക്ക് വിജയിപ്പിച്ചതാര? BJP അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഭീകരവാദത്തിനെതിരെ പറയാൻ സാധിക്കും? PDPയുമായി, കാശ്മീരിലെ PDPയുമായി ഒന്നിച്ച് ഭരിച്ചവരല്ലേ നിങ്ങൾ? അപ്പോൾ നിങ്ങൾ ഈ കേരളത്തിനകത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ സ്പേസ് എന്താണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ സ്പേസിലേക്ക് തീർച്ചയായിട്ടും പി ജയരാജനെ പോലെയുള്ള നേതാക്കന്മാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഗുണം ലഭിക്കുന്നത് RSSനും സംഘപരിവാറിനുമാണ്. അതിൻ്റെ വളർച്ചയ്ക്ക് അനുകൂലമായ നിലപാടിലേക്ക് ഈ കേരളം പോകുമ്പോൾ വലിയ പ്രത്യാഘാതം CPMനുണ്ടാകും. അതുകൊണ്ട് CPM ഇതിനകത്ത് കൃത്യമായ നിലപാട് പറയണം. CPM എന്താണ് ഒളിച്ചു വെക്കാനുള്ളത്? പി ജയരാജൻ പറഞ്ഞ കാര്യമാണോ? ഈ കേരളത്തിലെ കണ്ണൂരിലെ കാസർഗോഡ് മുസ്ലിം ചെറുപ്പക്കാരെല്ലാം തീവ്രവാദികളാണ്, IS റിക്രൂട്ടിലേക്ക് പോകുന്നവരാണ് എന്ന് പറയുന്ന നിലപാട് തന്നെയാണോ CPMന്റെ നിലപാട് എന്നുള്ളത് ആ പാർട്ടിക്കകത്ത് ചിന്തിക്കുന്ന ന്യൂനപക്ഷത്തിൽപ്പെട്ട നേതാക്കന്മാരും ചെറുപ്പക്കാരും ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ ഒറ്റുകൊടുക്കുകയാണ്, നിങ്ങളെ ആട്ടുംപറ്റങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അറബുകാരുടെ അടുത്ത് എത്തിക്കുന്നത് പണിയാണ് ഇവരെടുക്കുന്നത്. ചർച്ചയാകാം. അപ്പോൾ കുറച്ചുകൂടി വ്യക്തത വരും. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? എന്താണ് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം? ഇത് തന്നെയാണോ? അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, അതോ ചരിത്രം പറയുകയാണോ? നമുക്ക് നോക്കാം. വളരെ നന്ദി റിജിൽ മാക്കുറ്റി, ഷാഫി ചാലിയം, M ജയചന്ദ്രൻ, TP ജയചന്ദ്രൻ, ഡോക്ടർ MN കാരശ്ശേരി ചർച്ചയിൽ പങ്കെടുത്തതിന്.